ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ദൈവാത്മാവ് പരിവർത്തിക്കുകയാണ്. എൻ്റെ മേൽ ഇരുട്ടിൻ്റെ മേൽ ആഴത്തിൻ്റെ ഇരുട്ട. എറണാകുളം പട്ടണത്തിൻ്റെ ഭാഗമായ കൊച്ചിയുടെ മേഖലയിൽ ജീവിക്കുന്നവരെ നമുക്ക് പറയാം, നമ്മൾ ഈ കൂപമണ്ഡൂഹങ്ങളാകരുത്. എന്താണ് കൂപമണ്ഡൂഹം? കിണറ്റിൽ കിടക്കുന്ന തവളകളാണ്. അവരുടെ ലോകം കിണറാണ്. അവർക്ക് പുറത്തെ ലോകം അറിയില്ല. പക്ഷേ പുറത്തെ ലോകം വലിയ അപകടം പിടിച്ച ലോകമാണ്. ഇന്ന് ഞാൻ കണ്ട വലിയൊരു പ്രതിസന്ധി, ഞാൻ കാണുന്ന ഒരു പ്രതിസന്ധി, ലഹരിയുടെ ലോകം വല്ലാതെ കൂടുകയാണ്. പ്രണയത്തിൻ്റെ കുരുക്കുകളിൽ ഒരു തലമുറ പെട്ടുപോയിട്ട് പുറത്തു കഴിയാൻ കഴിയാത്ത പോലെ പെടാപ്പാട് പെടുകയാണ്. മാനസിക രോഗങ്ങൾ കൂടുകയാണ്. കാരണം അമിതമായ ലഹരിയുടെ ഉപയോഗവും അമിതമായ ഓൺലൈൻ കുരുക്കുകളും. ഒരു കുഞ്ഞിനെ ഞാൻ കണ്ടു, അവൻ്റെ അപ്പൻ കരയുകയാണ്. ആകപ്പാടെ അവരുടെ കയ്യിലുണ്ടായിരുന്ന 1 ലക്ഷം രൂപ മുട്ടയെന്ന് വിരിയാത്ത കൊച്ച് ഓൺലൈൻ കളിച്ച് കളഞ്ഞു. പോയപ്പോൾ അറിഞ്ഞത് തിരിച്ചു കിട്ടാത്തതുപോലെ പോയി. ഇപ്പോൾ അവന് അടങ്ങാത്ത അരിശം, അതിൻ്റെ അപ്പുറം ഇതെല്ലാം ആഴത്തിൻ്റെ ഇരുട്ട. ഞങ്ങളുടെ നാട് ഒരു ഇങ്ങനെ, ഞാൻ നാട്ടിലെ ഒരു എന്താ പറയുക, ഇങ്ങനെ പോലീസൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ കുറേ ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. ആ സമയത്ത് ഞാൻ എൻ്റെ ഒരു പഠിക്കാൻ വേണ്ടി 1-2 ചെറുപ്പക്കാരെ പിള്ളേരെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ഈ വാർഡിൽ ഇങ്ങനെ ഈ ദേശത്ത് കഞ്ചാവ് ഉപയോഗിക്കുന്ന പിള്ളേരെ എല്ലാം ഒരു ലിസ്റ്റ് എടുക്കണം പ്രാർത്ഥിക്കാനാണ്. അവർക്കറിയാം, ട്രെൻഡ് അറിയാവുന്ന പിള്ളേർ. അവർ ചുമ്മാ തമാശയ്ക്കണ്ട് തിരിച്ച് പറഞ്ഞു, പണിയായിരിക്കും. ഞാൻ ചോദിച്ചാൽ എന്താ മോർ ഈസി ഒരു കാര്യം പറയാം, അച്ചാച്ചാ ഉപയോഗിക്കാത്തവിടെ ലിസ്റ്റ് എടുക്കാം, പെട്ടെന്ന് പണി തീരും. എൻ്റെ പാടിപ്പോയി. ഉപയോഗിക്കാത്തവിടെ ലിസ്റ്റ് എടുക്കാം, ചെറിയ കാര്യമല്ല. തമാശ പോലെ തോന്നിയെങ്കിലും തമാശ അല്ലത്. അത്ര മാരകമായി ലഹരിയുടെ ഇരുട്ട് കൂടുകയാണ്. ആഴത്തിൻ്റെ ഇരുട്ടിന് ഭയങ്കര കട്ടിയാണ്. നമ്മൾ കാണാത്തൊരു ലോകം പട്ടണങ്ങളുടെ അടിയിൽ കിടക്കുക അല്ല, ഗ്രാമങ്ങളുടെ അടിയിൽ പോലും കിടക്കുക. ഇതിൻ്റെ സമയത്ത് ഈ ഇരുട്ടിനകത്തുനിന്ന് ഒരു തലമുറയെ പുറത്ത് കൊണ്ടുവരുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവിങ്ങനെ പരിവർത്തിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിങ്ങനെ പരിവർത്തിക്കണം. ദൈവത്തിൻ്റെ ആത്മാവിങ്ങനെ പരിവർത്തിക്കണം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചേ. പ്രണയത്തിൻ്റെ കുരുക്കുകളിലും ലഹരിയുടെ കുരുക്കുകളിലും ഓൺലൈൻ കുരുക്കുകളിലും ഒരു തലമുറ പെട്ടിട്ട് ഇരുട്ടിൻ്റെ ആഴങ്ങളിലേക്ക് പോവുകയാണ്. ഇരുട്ടിൻ്റെ ആഴങ്ങളിലേക്ക് പോവുകയാണ്. ചിന്തിക്കാനൊക്കത്തില്ല. 2 ആഴ്ചയായിട്ട് ഇതൊരു ഓൺലൈൻ മീറ്റിംഗാണ്, എനിക്കറിയാൻ പോകുന്നുണ്ട്. എങ്കിലും കൊണ്ട നിർത്തി കൗൺസിൽ ചെയ്ത് ഞാനൊരു സെൻറ്ററിലാക്കിയ കുട്ടി ഇന്നലെ രാത്രി, ആ അപ്പനൊക്കെ എന്തൊരു പാവമാണ്, എഴുത്തെഴുതി വെച്ചിട്ട് എന്നേക്കുമായിട്ട് പോയി. എവിടെയാണെന്ന് പോലും അറിയാത്തതുപോലെ ഇരുളിൻ്റെ ആഴത്തിലേക്ക് നെഞ്ച് പൊട്ടി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അമ്മ, എൻ്റെ കർത്താവേ, ഈ ഇരുട്ടിൻ്റെ ആഴത്തിൽ നിന്ന് എങ്ങനെ രക്ഷിക്കും? ഒരേ ഒരു വഴി. ആശ്വാസം കെട്ടി ഞാനങ്ങ് തകർന്നു. എൻ്റെ ദൈവമേ, എൻ്റെ കയ്യിൽ നിന്നല്ലേ വഴുതിപ്പോയത്. വല്ലാത്ത സങ്കടം. പക്ഷേ കർത്താവിട്ട് പറഞ്ഞു, ആഴത്തിന് ഇരുട് കൂടും തോറും ആത്മാവിൻ്റെ ശക്തി ഇങ്ങനെ വ്യാപരിക്കണം. എന്നാലേ ഇരുട്ടിൻ്റെ ലോകത്തുനിന്ന് ഈ തലമുറയെ പുറത്തെടുക്കാൻ കഴിയത്തുള്ളൂ. അതിന് ആഴത്തിൻ്റെ ആഴം. അതുകൊണ്ട് ദൈവമക്കൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ ദേശത്ത് ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണം. ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണം. കത്തുദാസന്മാർ ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും ഒന്നുകൂടി ഉത്സാഹിപ്പിക്കുക. ദേശത്തോട് അന്യഭാഷയിൽ ആരാധിച്ചുകൊണ്ട് നടന്നാലേ ഇതിൻ്റെ ഇരുട്ടൊക്കെ മാറത്തുള്ളൂ. നമ്മുടെ ദേശത്തിൻ്റെ വെളിച്ചവാഹകര ആഴത്തിൻ്റെ ഇരുട്ടുകളെ മാറ്റാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കൃപ. രഗനം ശകനം ധികനം രഗനം രഗനം ധാരം ധീരം ധേര. എല്ലാവരും സ്തുതിച്ച്, എല്ലാവരും ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ക്യാമറയിൽ ഓൺലൈനിലൂടെ കാണുന്നവർ, ഗുഡ് ന്യൂസ് ഓൺലൈൻ ചാനലിലൂടെ കാണുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങളെല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ട്, അല്പസമയം സ്തുതിച്ചാട്ട്. ദേശത്ത് ഒരുമിച്ച് സ്തുതി ഉയരുമ്പോൾ ഒരുപക്ഷെ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ടായിരിക്കാം ഈ സമയത്ത് ഈ ഓൺലൈൻ സന്ദേശം കേൾക്കുക. അവിടെയെല്ലാം സ്തുതി ഉയരട്ടെ, സ്തുതിയും സ്തോത്രവും ഉയരട്ടെ. രഖം ധരം ഭരം ധരം ധിര രഗജ ഹംധന. ഹല്ലേലൂയ. പശ്ചിമ കൊച്ചിയുടെ നാഡീകേന്ദ്രമായ ഈ സ്ഥലത്ത് ഒന്നിച്ചുകൂടി ദൈവമക്കൾ ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, അവർ ആത്മാവിൽ സ്തുതിക്കുമ്പോൾ ആഴത്തിൻ്റെ ഇരുട്ടിലേക്ക് ആണ്ടുപോകുന്ന ഒരു യുവസമൂഹത്തെ, ഒരു തലമുറയെ നമുക്ക് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ അധികമായി പരിശുദ്ധാത്മാവിനെ ചോദിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ഒരാൾ പോലും ഇന്ന് രാത്രി വെറുതെ ഇരിക്കാതെ. ആഴത്തിലെ ഇരുളുണ്ട്, ആഴത്തിൻ്റെ ഇരുള. ആ ഇരുട്ടിൻ്റെ ആഴങ്ങളെ
സ്വോത്രം 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 സ്വോത്രം. ഇവരിൽ വ്യാപരിച്ചിരിക്കുന്ന ആ ഇരുട്ടിനെ കീഴടക്കണമെങ്കിൽ ലൂക്കോസ് 11 ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഹല്ലേലൂയ. മോശ ചരിത്രം നാം കാണുന്നു. മോശയുടെ ആത്മാവിനെ എടുത്താണ് അവരിൽ നിന്നെടുത്ത് കൂടെയുള്ള 70 പേർക്ക് കൊടുത്തെങ്കിൽ ഈ ഒരു തലമുറയെ പൊക്കിയെടുക്കണമെങ്കിൽ അവരിലേക്ക് പകരാൻ നമ്മൾ അധികമായ ആത്മാവ്, ലൂക്കോസ് 11 പറയുന്ന പോലെ അധികം പരിശുദ്ധാത്മ ശക്തി ചോദിക്കണം. അധികം പരിശുദ്ധാത്മ. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അധികം പരിശുദ്ധാത്മ ശക്തി ഉണ്ടെങ്കിൽ അധികം കട്ട പിടിക്കുന്ന ഇരുട്ടിനകത്തുനിന്ന് ഒരു തലമുറയെ പുറത്തെടുക്കാൻ കഴിയുള്ളൂ. അതിനാവശ്യം അധികമായ പരിശുദ്ധാത്മ ശക്തി. സ്തുതിച്ച് എല്ലാവരും ദൈവത്തെ പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ രാത്രി പരിശുദ്ധാത്മാവിൻ്റെ ആദി വചനം, ആദി ദൈവം, ആദി വചനം, ആദി പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മ ശക്തി 2022 നാം പ്രവേശിക്കുമ്പോൾ ഇരുട്ടിന് ആഴം കൂടുകയാ, മ്ലേച്ഛതകളുടെ ഇരുട്ടിൻ്റെ ആഴം കൂടുകയാ. ഹല്ലേലൂയ. ലഹരിയുടെ ലോകം കഠിനപ്പെടുകയാണ്, അതിൻ്റെ അതിരുകൾ വ്യാപ്തിപ്പെടുകയാണ്, കുരുക്കുകളിൽ പെടുകയാണ്. ഇതിനകത്തുനിന്ന് ദാവീദ് പിന്തുടർന്ന് പിടിച്ചെടുത്തതുപോലെ സിംഹത്തിൻ്റെ കരടിയുടെ വായിന്ന് ഒരു തലമുറയെ പുറത്തെടുക്കാൻ ഈ ആത്മശക്തിക്ക് പോരാ. അധികം ആത്മശക്തി. കർത്താവേ, ആ ശക്തി ഞങ്ങൾക്ക് തരണമേ. അമ്മമാരെല്ലാം പ്രാർത്ഥിച്ച് മക്കളെ പ്രസവിച്ച അമ്മമാരെല്ലാം അവരെ ഇരുട്ടിന് വിട്ടുകൊടുക്കാതിരിക്കാൻ നിങ്ങൾക്കാവശ്യം അധിക ദൈവകൃപ. സ്വോത്രം 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 സ്വോത്രം. ഹല്ലേലൂയ. ഇരുട്ട് വർദ്ധിക്കുകയാണ്. ഇരുട്ട് വർദ്ധിക്കുമ്പോൾ നമുക്കധികം ദൈവകൃപ കിട്ടണം. എങ്കിലും വേദപുസ്തകത്തിൽ ഞാൻ വായിച്ചൊരു വാക്ക് എന്നെ അത്ഭുതപ്പെടുത്തി. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൻ്റെ 41. തൻ്റെ ഉൽപ്പത്തി ഏശാവും യാക്കോബ് ഏശാവിനെ ചതിച്ചു. ഏശാവ് വൈരാഗ്യപ്പെട്ടു. എങ്കിലും ഒരു വാക്ക് ഉൽപ്പത്തി 27:41 തൻ്റെ അപ്പൻ യാക്കോബിനെ അനുഗ്രഹിച്ച അനുഗ്രഹ നിമിത്തം ഏശാവ് അവനെ ദ്വേഷിച്ചു. അപ്പനെക്കുറിച്ച് ദുഃഖിക്കുന്ന കാലം അടുത്തിരിക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരനായ യാക്കോബിനെ കൊല്ലുമെന്ന് ഏശാവ് ഹൃദയത്തിൽ പറഞ്ഞു. എല്ലാവരും ഉറക്കെ പറഞ്ഞ് ഏശാവ്. ഇനി ഒന്നുകൂടെ പറഞ്ഞ് ഏശാവ്. ഒന്നുകൂടെ പറഞ്ഞ് ഏശാവ്. അടുത്ത വാക്യം, മൂത്ത മകനായ ഏശാവിൻ്റെ വാക്ക് റിബേക്ക അറിഞ്ഞപ്പോൾ. ഏശാവ് എവിടെ പറഞ്ഞു? ഹൃദയത്തിൽ പറഞ്ഞു. അത് ആരറിഞ്ഞു? അമ്മ അറിഞ്ഞു. ഹൃദയത്തിൽ പറഞ്ഞ് അങ്ങനെ അമ്മ അറിഞ്ഞേ. ഏശാവ് കൂട്ടുകാരോട് പറഞ്ഞെന്നില്ല. വചനം സത്യമാണെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് ആമേൻ പറഞ്ഞ്. ഏശാവ് എവിടെ പറഞ്ഞു? അതാരറിഞ്ഞു? അമ്മ. എല്ലാം ഒന്ന് കൈവക്കിക്കുക. പ്രസവിച്ച അമ്മമാരെല്ലാം കൈവക്കിക്കുക. എല്ലാ അമ്മമാരും കൈവക്കിക്കുക. ഇവർ ഹൃദയത്തെ പറയുന്നത് എവിടെ അറിയണം? നമ്മുടെ പണ്ട് നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, നിങ്ങളെന്തോ മനസ്സിൽ കാണുന്നത് ഞങ്ങൾ എവിടെ കാണും? മാനത്ത് കാണും. മനസ്സിൽ കാണുന്നത് മാനത്ത് കാണണം, എന്നാലേ നഷ്ടപ്പെടാതിരിക്കത്തുള്ളൂ. കര ഉയർത്തി പ്രാർത്ഥിച്ച് റിബേക്കയുടെ പോലെ ഒരു അറിവ് കിട്ടണം. ഹൃദയത്തിൽ അവരുടെ അടിയുഴക്കുകളെ അറിയാനുള്ളൊരു കൃപ കിട്ടണം. ഹൃദയത്തിൻ്റെ അടിയൊഴുക്കുകളെ പോലും ഭേദിച്ചറിയാനുള്ളൊരു കൃപ എല്ലാ അപ്പനും അമ്മയും ദൈവത്തോടും ചോദിച്ച് ഇരുട്ട് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഹൃദയത്തിൽ അവർ സംഗ്രഹിക്കുന്നത് അവിടെ ഹൃദയത്തിൻ്റെ അടിയൊഴുക്കുകളെ ആരും പറയാതെ അറിയാനുള്ള ഒരു ആത്മാവിൻ്റെ ദിവ്യജ്ഞാനം റിബേക്കയ്ക്ക് കിട്ടിയതുപോലെ നോക്കൂ ഉണ്ടെങ്കിലേ ദൈവമേ നമുക്ക് ആഴത്തിൻ്റെ ഇരുട്ടുകളെ അതിജീവിക്കാൻ കഴിയുള്ളൂ. പാഴും ശൂന്യമായ ഭൂമി, ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അത് ഒരു ദിവസമല്ല, സ്പിറ്റ് വാസ് ഹവറിങ് ഓവർ എന്നാണ്. പരിവർത്തിക്കുകയാണ്, ഒരു ദിവസമല്ല, നിരന്തര പരിവർത്തനം. അതുകൊണ്ട് ദൈവമക്കളാണെന്ന് നമ്മൾ അധികമായി ആത്മാവിന് പ്രാധാന്യം കൊടുക്കണം. എവിടെയൊക്കെയോ വല്ലാതെ തണുത്തു പോയ ഒരു അനുഭവമായിട്ട് എളിയവന് തോന്നുന്നുണ്ട്. കോവിഡിൻ്റെ സമയങ്ങൾ കടന്നു പോവുകയാണ്. എങ്കിലും പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധനാലയങ്ങളിൽ, നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ പരിശുദ്ധാത്മാവിന് അമിതമായ ഒരു സ്ഥാനം ഉണ്ടാകുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കണം. അധികം ആത്മശക്തി. എന്തിനാ? ഇരുട്ടിന് ആഴം കൂടുമ്പോൾ വെളിച്ചം വ്യാപരിക്കണം, വെളിച്ചം വ്യാപരിക്കണം, വെളിച്ചം വ്യാപരിക്കണം.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഴത്തിൻ്റെ ഇരുട്ട് ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചിന്ത, സൃഷ്ടിയെ പേടിക്കരുത്, സൃഷ്ടിയതാവിനെ ഭയപ്പെട്ടാൽ മതി. അതാണ് ഗ്രന്ഥകാരന് കൊടുക്കാനുള്ള പ്രധാന സന്ദേശം. കാരണം അന്ന് ഇതര സൃഷ്ടി സംഭവ കഥകളൊക്കെ ഉള്ള ഒരു സമയം, ബാബിലോണ്യ മതങ്ങളുടെ ആ സൃഷ്ടി സംഭവ വിവരണങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെ എന്തിനാണ് പരിശുദ്ധാത്മാവിലൂടെ ഈ അഭിഷക്തർ ഇത് എഴുതുക? ഒരു ഉദ്ദേശമുണ്ട്, സൃഷ്ടിതാവിനെ പരിചയപ്പെടുത്തണം. അവർ പലപ്പോഴും സൃഷ്ടിയെ ഭയപ്പെട്ടതിനെയൊക്കെ അവർ ആരാധിച്ചു. വേണ്ട, സൃഷ്ടിതാവിനെ പരിചയപ്പെടുത്തുക. അതാണ് ഗ്രന്ഥകർത്താവിൻ്റെ മെയിൻ ഉദ്ദേശം. മുമ്പോട്ട് പോകട്ടെ. ദൈവം ആകാശത്തിൻ്റെ കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെന്ന് കൽപ്പിച്ചു. വെള്ളം ഒരു സ്ഥലത്ത് കൂടി. വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രമെന്ന് പേരിട്ടു, അല്ലേ? വെള്ളത്തിൻ്റെ കൂട്ടത്തിന് സമുദ്രം. ഉണങ്ങിയ നിലത്തിന് എന്തെന്ന് പേരിട്ടു? ഭൂമി എന്ന് പേരിട്ടു. അപ്പം വെള്ളത്തിൻ്റെ കൂട്ടം. എന്തിനാണ് ഈ സമുദ്രം? സമുദ്രം കടലിൻ്റെ മക്കളാണ്. ഇവിടെ കടലിൻ്റെ തീരത്തൊക്കെയാണ് താമസിക്കുക. എന്നിട്ടും കടലിനെ മനുഷ്യൻ സ്നേഹിക്കുന്നു. കടൽ ഭയപ്പെടുത്തുമെങ്കിലും, സുനാമി അടിച്ചെങ്കിലും, ഓക്കി അടിച്ചെങ്കിലും ഇന്നും കടൽ തീരം വിട്ട് മനുഷ്യൻ പോകില്ല. എന്താ കാര്യം? ഒരു ആത്മബന്ധമാണ്, പുക്കിൾക്കൊടി ബന്ധമാണ് കടലുമായിട്ടുള്ളത്. അതിൻ്റെ ഗന്ധം, അതിൻ്റെ കാറ്റ്, അതിൻ്റെ ഭാഷ, അതിൻ്റെ സംസ്കാരം, അതിൻ്റെ ഒരു ഇടപെടൽ, കടൽ. എന്നിട്ടും മനുഷ്യൻ എന്തിനാ ഈ കടലിൻ്റെ അടുത്തൊക്കെ ജീവിക്കുക? ഇന്നും എന്തുകൊണ്ടാണ് പോകാത്തത്? അങ്ങ് മലയോരത്ത് 5 ഏക്കർ തോട്ടം ചുമ്മാ തരാമെന്ന് പറഞ്ഞാലും കടൽ വിട്ടു പോകാത്ത മനുഷ്യർ എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു ഉറപ്പാണ്, എവിടം വരെയൊക്കെ വന്നാലും ഇവിടം വരെയൊക്കെ വരത്തുള്ളൂ. ഈ ഉറപ്പ് എവിടെ നിന്ന് കിട്ടിയതാ? ഇയ്യോബ് 38. ഇയ്യോബ് ഇങ്ങനെ ചോദിക്കുകയാണ് ദൈവത്തോട് പരാതികളും പരിഭവങ്ങളും. ഇയ്യോബിൻ്റെ 1-ാം അധ്യായം മുതൽ മുമ്പോട്ട് പോകുമ്പോൾ 3-ാം അധ്യായ ചോദ്യങ്ങളാണ്. എന്താ 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 കുറേ നേരം ചോദിച്ചു, കുറേ അധ്യായങ്ങൾ ചോദിച്ചു. അവസാനം 38-ാം അധ്യായത്തിൽ കർത്താവ് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഗർഭത്തിൽ നിന്ന പോലെ കതക് സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിന് കതക് ഓടാൻ പോലും വെച്ചത് ആരാ? നീയാണോ? എവിടം വരെ വന്നാലും ഇവിടം വരെ വരാം, ഇവിടം കൊണ്ട് നിൻ്റെ ഗർഭം നിലയ്ക്കുമെന്ന് പറഞ്ഞ് ഞാൻ അതിന് അതിര് വെച്ചിട്ടുണ്ടെന്ന് ഇയ്യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഈ ഭാഗം എളിയദാസൻ ധ്യാനിച്ചത് കടൽ തീരത്തിരുന്നു കൊണ്ടല്ല, മലയോര ഗ്രാമമായ റാന്നി ഇരുന്നു കൊണ്ടാണ്. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തി. ഇവിടം വരെ വരാം, ഇതിനപ്പുറം വരല്ലെന്ന് പറഞ്ഞ് ഒരതിര് വെച്ചിട്ടുണ്ടെന്ന്. സമുദ്ര ചിന്ത നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു കാര്യമാണ്. ആദി ദൈവമാണെങ്കിൽ, ആദി വചനമാണെങ്കിൽ, ആദി പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുത്താൽ ഒരു കാര്യം ഉറപ്പാണ്, എത്ര പ്രശ്നം വന്നാലും ദൈവം ഒരു അതിര് വെച്ച് നിർത്തും. ഇവിടം വരെ നിനക്ക് വരാം, ഇതിനപ്പുറം വരരുതെന്ന് പറഞ്ഞ് ദൈവം ഒരു അതിര് വെച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. ഒരതിര് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്തെല്ലാം പ്രതിസന്ധികളിലൂടെ കടന്നു പോയവരായി ഇവിടെ ഇരിക്കുക. എളിയവനും എന്തെല്ലാം പ്രതിസന്ധി കൂടെ കടന്നുപോയി. രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും താഴ്വര കൂടെ കടന്നുപോയി. പ്രതിസന്ധികളുടെയും അപകടങ്ങളുടെയും ലോകത്തൂടെ കടന്നുപോയി. നാളെ ഉണ്ടാകുമോ എന്ന് ചിന്തിക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധികളിൽ കൂടെ കടന്നുപോയി. എത്രയോ രാത്രികളിൽ നാളത്തെ അതിജീവിക്കുന്ന എങ്ങനെ ഞാൻ ചിന്തിച്ച് രാത്രി മുഴുവൻ ഒരുപോലെ കണ്ണടയ്ക്കാതെ ഉറക്കമുളച്ചിരുന്നവർ ദിവസങ്ങൾ. പക്ഷെ ഒന്നെനിക്കറിയാം, വലിയ മല പോലെ വന്ന പ്രശ്നം തിര പോലെ വന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി, ദൈവം ഒരു അതിര് വെച്ചിട്ടുണ്ട്. ദൈവം ഒരു അതിര് വെച്ചിട്ടുണ്ട്. ആദി ദൈവമാണെങ്കിൽ, ആദി വചനമാണെങ്കിൽ, ആദി പരിശുദ്ധാത്മാവാണെങ്കിൽ നമുക്കെതിരെ വരുന്ന വൈരി എത്ര വലുതാണെങ്കിലും ഇവിടം വരെ നിനക്ക് വരാം, ഇതിനപ്പുറം വരരുതെന്ന് പറഞ്ഞ് അതിര് വെച്ചിരിക്കുന്നൊരു ദൈവമുണ്ട്. അതിര് വെച്ചിരിക്കുന്നൊരു ദൈവം, സമുദ്രത്തിന് അതിര് വെച്ച ദൈവം എനിക്കും നിങ്ങൾക്കും അതിര് വെച്ചിട്ടുണ്ട്. വഴകയൻ്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും പകർന്നിടം കൃപ മഴമോൾ വലമിടം ആയിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലഭം കാക്ക്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത് ദൈവമേ അങ്ങ് പ്രശ്നം വരാത്തത് കൊണ്ടല്ല, അപകടം വരാത്തത് കൊണ്ടല്ല, രോഗം വരാത്തത് കൊണ്ടല്ല, എൻ്റെ ദൈവം അതിരിട്ട് സൂക്ഷിച്ചത് കൊണ്ടാണ് എന്ന് പറയാൻ കഴിയുന്നവർ എല്ലാവരും കരങ്ങളടിച്ച് ശക്തിയോടെ വളരെ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. എവിടെയൊക്കെയോ ലൈവിലിരിക്കുന്നവരെ നിങ്ങളും സ്തുതിച്ച് വലമിടം ആയിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലഭം കാത്തു. അതിരിട്ട് ദൈവം, അതിരിട്ട് അതിരിട്ട് ദൈവം. കരങ്ങളടിച്ച് സ്തുതിച്ച്. ആ നെഞ്ചിനകത്ത് വേദന വന്നപ്പോൾ നമ്മൾ ഓർത്തത് അത് അറ്റായിക്കാണെന്ന്. പക്ഷേ അറ്റായിക്കല്ലായിരുന്നു. അല്ലെങ്കിൽ ബ്ലോക്ക് വന്നപ്പോൾ മരണത്തിന് മുമ്പ് ഹോസ്പിറ്റലിൽ ചെന്ന് കൃത്യമായ
ട്രീറ്റ്മെൻറ്റ് കിട്ടിയതും ദൈവത്തിൻ്റെ കൃപ. ആ ബയോപ്സി റിസൾട്ടിന് കൊടുത്തപ്പോൾ ഓർത്തതാ അത് ക്യാൻസർ ആണെന്ന്. പക്ഷെ റിസൾട്ട് നോർമലായത് മിടുക്കുകൊണ്ടല്ല, അതിരിട്ട് ഒരു ദൈവം ഉണ്ടായത് കൊണ്ടാണ്. ആ പ്രശ്നം വന്നപ്പോൾ ഞാൻ പോയെന്ന് ഓർത്തതാ, പക്ഷെ ദൈവം ഒരു അതിരിട്ടു. വലമിടം ആയിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലഭം കാക്കും. ഹല്ലേലൂയ. പകയന്റെ കവികളിലും പകരുന്ന വ്യാധിയിൽ പകലിലും രാവിലും പകർന്നുന്ന കൃപ. ഇന്ന് രാത്രി അതിരിട്ട് കാക്കുന്ന ദൈവം സമുദ്രത്തിന് മാത്രമല്ല എനിക്കും അതിരിട്ടിട്ടുണ്ടല്ലോ. കരങ്ങളടിച്ച് ശക്തിയോടടിച്ച് അതിരിട്ട് സൂക്ഷിക്കുന്ന ദൈവത്തെ ഇങ്ങനെ അതിരില്ലാതെ സ്തുതിച്ച് ശകന റിഗജ രബന ഘതന റിഗല രഗജ രബന ഘതന റിഗന രബന ഘതന റിഗന ശകന റിഗന അതിര് വെച്ച് കാക്കുന്ന ദൈവമുണ്ട്, അതിര് വെച്ച് സൂക്ഷിക്കുന്ന ദൈവമുണ്ട്. രഖ ദിഗ ലഗ ദുന ബന ഹദന റിഗന. സ്വത്രം 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 സ്വത്രം. എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന എത്രയോ പേര് ബൈക്ക് ആക്സിഡന്റ് പെട്ടതാ. വണ്ടി കടിയുന്ന ദൈവം ഇങ്ങനെ പുറത്തെടുത്തതാണ്. രകം ദിഗം ധരം ധരം ശകലം ഘടകം ഭടകം ഭാരം ഭാരം. എന്തുകൊണ്ടാ? അതിര് വെച്ച് കാക്കുന്ന ദൈവം. സമുദ്രത്തിന് മാത്രമല്ല, എനിക്ക് നിങ്ങൾക്കും വേണ്ടി അതിര് വെച്ച ദൈവം. എല്ലാവരും ഒന്ന് കരമടിച്ച് സ്തുതിച്ചുകൊണ്ട് ഒരു ലൈനൊന്ന് പാടിക്ക്. വലമിടം ആയിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലഭം കാക്കും. പകയൻ്റെ കണികളിലും പകരുന്ന വ്യാധിയിലോ പകലിലും രാവിലും പകർന്നിടും കൃപ പോൽ. ഓൺലൈനിൽ കേൾക്കുന്നവർ, നിങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, നിങ്ങളെ ഞങ്ങൾ ആദരവോടെ കാണുന്നു. നിങ്ങളും എഴുന്നേൽക്കുക, കരങ്ങൾ അടിക്കുക, ചേർന്ന് പാടുക. അങ്ങനെ എവിടെ ഇരുന്നു കൊണ്ടാണെങ്കിലും ഈ പാട്ട് ഉയരട്ടെ, പാട്ട് കേൾക്കട്ടെ. ഒരു പക്ഷേ യാത്ര ചെയ്യുമ്പോൾ ഒരു മൊബൈലിലൂടെ ആയിരിക്കുക, ഈ അതിൻ്റെ ഡിവൈസിലൂടെ ആയിരിക്കുക, ഈ യൂട്യൂബ് നിങ്ങളിത് കേൾക്കുക. പക്ഷേ ഇത് നിങ്ങളോടുള്ള ദൂത. തിരിഞ്ഞു നോക്കുക, കരങ്ങൾ അടിക്കുക, സന്തോഷത്തോടെ ആ സംഭവത്തെ ഓർക്കുക. ആ വണ്ടിക്കടിയിലേക്ക് ബൈക്ക് കയറി പോയപ്പോൾ, മുഖാമുഖം മുട്ടി നിന്നപ്പോൾ, ഇടിച്ച് ചിലപ്പോൾ ടോട്ടൽ ലോസ് ആയി പോയപ്പോൾ അതിനകത്തുനിന്ന് പുറത്ത് വന്നത് എങ്ങനെ? അതിര് വെച്ച് കാക്കുന്ന ദൈവം. പ്രാണൻ അവിടുത്തെ ഭണ്ഡാരത്തിലായതുകൊണ്ടാ ഇന്ന് 21 അവസാനങ്ങളിൽ 22 കയറുന്ന ആ ദിവസങ്ങൾ അടുക്കുമ്പോൾ ഇന്ന് എനിക്ക് ആയുസോടെ പറയാൻ കഴിയുന്നത് ഒറ്റ കാര്യം കൊണ്ട്: എൻ്റെ സമസൃഷ്ടങ്ങൾ, എന്നിലും ശക്തർ, എന്നിലും വീരർ വീണ് തകർന്ന ഈ പോർക്കളം കാണുന്നു ഞാൻ. വീരഭുമാനങ്ങളിൽ വീണവരിൽ എന്നാൽ യാഹേ അങ്ങന്റെ ദൈവം. അതുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കും. പകയന്റെ കണികളിലും പകരുന്ന വ്യാധിയും പകയന്റെ കണികളിലും എഴുന്നേറ്റ് നിൽക്കാവുന്നവർ എഴുന്നേറ്റ് തന്നെ പുസ്തകങ്ങൾ സൂക്ഷിച്ച് കസേരകളിൽ വെച്ച് പകലിലും രാവിലും ശക്തിയോടെ പകയന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും പകർന്നിടും കൃപ മഴ പോ തുണയെനിക്ക് അനുദിനം തന്നിടലിൽ മറവിൽ വസിച്ചിടും തുണയെനിക്ക് അനുദിനം തന്നിടലിൽ മറവിൽ വസിച്ചിടും ശരണമവൻ തരും ചിറകുകളിൽ കീഴിൽ പരിചയും പലകയുമായി പരമരി പാരിടത്തിൽ ശരണമവൻ തരും ചിറകുകളിൽ കീഴിൽ പരിചയും പലകയുമായി പരമരി പാരിടത്തിൽ അനുദിനം തന്നിടലിൽ മറവിൽ
അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്ക് യേശുവേ, അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. അവന്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. തുണയെനിക്ക് യേശുവേ, തുണയെനിക്കില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്ക് തുണയെനിക്കില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. പകയെന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും പകലിന്റെ കണികളിലും പകരുന്ന വ്യാധിയിലും പകലിലും രാവിലും അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്ക് യേശുവേ, തുണയെനിക്കില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. ശരണമവൻ കരുത്തൻ ചിറകുകളിൻ കീഴിൽ പരിചയും പലകയുമാ പരമരിപ്പാരിടത്തിൽ. ശരണമവൻ കരുത്തൻ ചിറകുകളിൻ പരിചയും പലകയുമാ പരമരിപ്പാരിടത്തിൽ. തുണയെനിക്ക് യേശുവേ, തുണയെനിക്കില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്ക് യേശുവേ, തുണയെനിക്കില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. അവനെന്റെ സങ്കേതവും അവലംബവും കോട്ടയും, അവനിലാകുലത്തിൽ അവൻ മതിയാശ്രയിപ്പാൻ. തുണയെനിക്ക് യേശുവേ, തുണയെനിക്കില്ലതാ. അനുദിനം തന്നിഴലിൽ മറവിൽ വസിച്ചിടും ഞാൻ. തുണയെനിക്ക് യേശുവേ, തുണയെനിക്കില്ലതാ. അനുദിനം തന്നിഴലിൽ
ആഴത്തിന്റെ ഇരുളിലേക്ക് ഒരു യുവതലമുറ താണുപോകുമ്പോൾ അവരെ പുറത്തെടുക്കുവാൻ ദൈവസഭയുടെ മേൽ ആത്മാവിന്റെ ഒരു പുതുക്കം Dipana
ഉടവാരികതറയിടവന ശിവനം തേരിവാന ഉടവാരിവാനം തേരെ ശിവനം തകലീകനനെ ദിട്ടാഭാനം തേരെ ഉടവാരികാരം തേരിതാനെ ദീപാനാരം തേരെ ദീപനറയിടകരികതരെ ശിഖനകരം തേരികളെ ഓരിപാനറയിടാരം തേരിവാനം തേരിപാന ശിഖനാലരക്ഷാഭാന റിവാനം തേരികതെ ദിഗനാനകരക്ഷവരികതെ ദിഗനാരം തേരികെ ഓരിപ്പാനക്കാരിന്റെ ഓ ദിഗനറയിടകരമ്പേ ദിഗദാരമ്പേ ഓ ദിപാപാന പാന വശം തീരാരെ ദിഗനാലരമ്പേ റിവാരമ്പേ ദിഗനറയിടകരെ ദിഗനവശംദരെ ഗുഡാഭാന വിതാരെ ദിഗനാലരമ്പേ ദിഗനാരക്ഷാഭാനെ ഓ ദിഗനാരമ്പേ റിവാഭാന രമ്പേ ദിഗാരെ ദിഗനാലരക്ഷാഭാന റിവാരമ്പേ ഓ ദിപാന ഓ ദിഗനമ്പേ റിവാവശം തീരാരെ ദിഗനാരമ്പേ ദിഗനാനകരം ശരം തകരീബന ദീഗനരൈടക ദിഗതകര ഉടവനരൈടക ദിഗതകരെ ശിഖനകരം ശവരിഗതകര രിംശാഭാനാരം തേരാന ദീപാനാരം കാനാന ദീപാനാരം ശാഭാന ദീതാനാന ഓ ദിഗാനാരവശം തേരേ ദീപാനാരേ ഓ ദിഗാനാരവശം തനരേ അതിരിട്ട് സൂക്ഷിക്കുന്ന ദൈവത്തെ നാം എന്ത് ചെയ്യണം? അവൻ അവിടുന്ന് അതിരുവെക്കുന്ന ദൈവമാണ്. ഇവിടം വരെ നിനക്ക് വരാ, ഇതിനപ്പുറത്ത് കടക്കരുന്ന് പറഞ്ഞ് അതിരുവെക്കുന്ന ആ ദൈവം. യോബ് 38 അതിന്റെ ഗർവം അവിടം കൊണ്ട് നിലയ്ക്കുമെങ്കിൽ ആത്മാവ് എനിക്ക് തരുന്ന ഒരു നിയോഗ, ഗർവത്തോട് അടുത്ത് വരുന്ന ചിതലിന്റെ ഗർവം നിലയ്ക്കുന്ന ഒരു ആത്മീയ ശക്തി, ഒരു ആത്മാവിന്റെ വ്യാപാരം ഇന്ന് രാത്രി ഇവിടെ ഉണ്ട്. ഉന്നം വെച്ച വൈരി കണ്ണി മുമ്പിൽ പതറാതെ സിംഹ ഗർജനത്തോടെ അടുത്ത് വരുന്നതിന്റെ ഗർവം നിൽക്കുന്ന ഇവിടം വരെ നിനക്ക് വരാ. എല്ലാവരും ചേർന്ന് പറഞ്ഞ് ഇവിടം വരെ നിനക്ക് വരാ. ഇവിടം കൊണ്ട് നിന്റെ ഗർവത്തെ നിലയ്ക്ക് നിർത്തുന്ന അടക്കുന്ന ദൈവ കൃപ യേശുവേ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്കൊരു പുതുവർഷത്തിലേക്ക് ഈ 2021 വരെ ഞങ്ങളെ കാത്ത ദൈവ കൃപയ്ക്കായി സ്തോത്ര. ഹല്ലേലൂയ. അതിരുവെക്കുന്ന ദൈവം, അതിരുവെക്കുക മാത്രമാണോ ദൈവം ചെയ്തത്? അതിരുകളെ വിശാലമാക്കിയില്ലേ? കോവിഡ് വന്നപ്പോൾ എല്ലാം നിശ്ചലമായി, എല്ലാം നിലച്ചു. എന്നിട്ടും എളിയവരുടെ അതിരുകളെ വിശാലമാക്കി. അന്നന്ന് ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പൊന്നു വരെ സൂക്ഷിച്ച ദൈവം വിശ്വസ്തനാണെങ്കിൽ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞേ. അതിര് വെക്കുക മാത്രമാണോ? അതിരുകളെ വിശാലമാക്കുന്ന ദൈവം. നമ്മളൊരു കാര്യം ചെയ്യണം. മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കുക. ദൈവമിട്ട അതിരുകൾ ഒരിക്കലും ഇളക്കരുത്. വിശുദ്ധിയുടെ അതിരുകൾ ഇളക്കരുത്. സഭയുടെ അതിരുകൾ ഇളക്കരുത്. ദൈവരാജ്യത്തിൻ്റെ അതിരുകൾ ഇളക്കരുത്. പാപത്തിൻ്റെ പുറകെ പോകരുത്. യേശുവേ, ദൈവം എനിക്കൊരു അതിര് വെച്ചിട്ടുണ്ട്, അത് ഞാനായിട്ട് ഇളക്കുവാൻ ഇടയാകാതെ വിശുദ്ധിയുടെ ലോകത്ത് ജീവിക്കുക. ദൈവം അതിരിട്ട് കാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതിരുകളില്ലാതെ ദൈവത്തെ സ്നേഹിക്കണം. അതിരുകളില്ലാതെ ദൈവത്തെ ആരാധിക്കണം. അതിര് വെക്കാതെ ദൈവത്തിന് കൊടുക്കണം. സമയം നോക്കി പ്രാർത്ഥിക്കാതെ അതിരില്ലാതെ ദൈവസന്ധി മുട്ടുമടക്കണം. അതിരില്ലാതെ ദൈവത്തെ സ്തുതിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ കർത്താവെ, ഇത് പെന്തക്കോസ്തുകാരുടെ ഒരുമനപ്പെട്ടുള്ളൊരു കോൺഫറൻസ് ആയതുകൊണ്ട് കർത്താവെ, ഒരു പുതുവർഷം എനിക്ക് കർത്താവ് വരികയാണെങ്കിൽ ഇന്ന് ഞാൻ അരമണിക്കൂർ പ്രാർത്ഥിക്കും. നിർബന്ധമില്ല, 10 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ എനിക്ക് ബോറടിക്കുക. പെട്ടെന്നൊരു സങ്കീർത്തനം വായിച്ചല്ലോ എന്ന് വരുത്തുക. എന്നാൽ പുതുവർഷത്തിൽ അതിരില്ലാതെ പ്രാർത്ഥിക്കണം. അതിരില്ലാതെ പ്രാർത്ഥിക്കണം. മണിക്കൂറുകൾ പോകുന്നത് അറിയാതെ. എൻ്റെ സ്വപ്നമാണ്, എന്നെ കൊണ്ട് കഴിയുന്നു എന്നല്ല ഞാൻ അവകാശപ്പെടുക. പക്ഷെ ഞാനും ആഗ്രഹിക്കുക പുതുവർഷത്തിൽ ഒത്തിരി നേരം ബൈബിൾ വായിക്കണം. അതിരില്ലാതെ ദിവസങ്ങൾ ഇങ്ങനെ കുത്തിയിരുന്ന് വേദപുസ്തകം വായിക്കണം. ഞാൻ കേട്ടിട്ടുണ്ട് നമ്മുടെ തിരുവല്ലയിലുള്ള ഒരു പിതാവ്, സഭാസ്ഥാപനത്തിൻ്റെ മുന്നണി എന്ന പിതാവ്, തൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കൊച്ചു ബാഗും പുസ്തകങ്ങളും കാണും. തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വരാൻ താമസിച്ചാൽ കയ്യിലുള്ള ആ പ്ലാറ്റ്ഫോമിൽ നിവർത്തി വെക്കും, പുസ്തകങ്ങൾ നിവർത്തി വെക്കും, ട്രെയിൻ വരുന്നിടം വരെ വായിക്കും. അതിരില്ലാതെ വായിക്കാൻ, അതിരില്ലാതെ വായിക്കുവാൻ, അതിരില്ലാതെ പ്രാർത്ഥിക്കുവാൻ, അതിരില്ലാതെ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ എന്നെ അധികമായി സഹായിക്കണമേ. പുതുവർഷം അതിരുകളില്ലാതെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ അതിരുകളില്ലാതെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, അതിരില്ലാതെ ദൈവസന്നിധി ഒരു ദിവസം മണിക്കൂറുകൾ പോകുന്ന അറിയാതെ ഒന്ന് വേദപുസ്തകം വായിക്കണം. ആഗ്രഹിക്കുന്നവരുണ്ടെന്ന് കര ഉയർത്തിക്കേ. നമുക്കൊന്ന് ഞാൻ ആഗ്രഹിക്കുക, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കുക. സമയം പോയത് അറിയാതെ വേദപുസ്തകം
വായിക്കുക. സമയം പോയത് അറിയാതെ മുട്ട നിന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, ഞാൻ ആഗ്രഹിക്കുകയാണ്, അതിര് വെക്കാതെ സമയപരിമിതിയും ക്ലിപ്തതകളും ഒക്കെയാണ് നമ്മുടെ ആരാധനകൾ. എന്നാൽ ദൈവമേ, പുതുവർഷത്തിൽ ക്ലോക്ക് നോക്കാതെ ഒന്ന് ആരാധിക്കണം, ക്ലോക്ക് നോക്കാതെ ഒന്ന് മുമ്പോട്ട് പോകണം. ദൈവമേ, ആ ഒരു ഉണർവ് ഞങ്ങളുടെ നടുവിൽ അയക്കണമേ. ഒരു കോവിഡാനന്തര ഉണർവ് ആഗ്രഹിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ ഇത്രമാത്രം ചെയ്താൽ മതി. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ, കുടുംബ പ്രാർത്ഥനയുടെ, വചനധ്യാനത്തിൻ്റെ അതിരുകൾ പൊട്ടിച്ചാൽ ദൈവം വലിയൊരു ഉണർവ് അയക്കുക. ഉണർവ് നമ്മുടെ വീടുകളിൽ നിന്ന് ആരംഭിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ അത് വേണം. ആഗ്രഹിക്കുന്നവർ കരമുയർത്തി ദൈവസത്തിൽ കരങ്ങളെല്ലാം ഉയർന്നിരിക്കട്ടെ. എന്താ കാര്യം എന്നറിയാമോ? അതിര് വെക്കരുത്. ഇരുട്ടിന് കട്ടി കൂടുകയാ. നമ്മൾ ചിന്തിക്കുന്ന ഒരു ലോകമല്ല ഈ ലോകം. നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിന്താമണ്ഡലമല്ല ഇന്നത്തെ യുവലോകത്തിൻ്റെത്. ഒരു ക്രിമിനൽ മൈൻഡാണ്. എന്തും ചെയ്യാൻ പെൺകുട്ടികൾക്ക് പോലും ഒരു ക്രിമിനൽ മൈൻഡ്. ഭയങ്കര ധാർഷ്ട്യം. ഒരൊറ്റ ദിവസം കൊണ്ടാണ് ബന്ധങ്ങളൊക്കെ പൊട്ടിച്ചിറങ്ങി പോവുക. ഓൺലൈനാണെന്നറിയാം, എന്നാലും ഒക്കെ പറയാം. ഒരു കുട്ടി പോയി വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, എത്ര വയസ്സായി? 17 വയസ്സ്. ധൈര്യമായിട്ട് ആരും അറിയാതെ ഞാനിവിടെ ഇടപെടാം, പോലീസെ പിടിപ്പിക്കാം, മൈനറാണ്, രക്ഷപ്പെടുത്താം, കോടതി ചാമ്പറിൽ കൊണ്ടുവരാം, അവിടെ നിന്ന് ഇറക്കാം, ഞാൻ എടുത്തോളാം, ഞാൻ വീട്ടിൽ കൊണ്ടുവന്നോളാം, എൻ്റെ കൂടെ നിന്നോട് കുറച്ച് ദിവസം, നിങ്ങൾ ആരും ഭയപ്പെടണ്ട, ഗ്യാരണ്ടി വീട്ടിൽ കൊണ്ടുതരാം, ബാക്കി ഞാൻ ക്രമീകരിക്കാം. 17 വയസ്സുള്ള കൊച്ചു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അപ്പം കരഞ്ഞുകൊണ്ട് വിളിച്ചു, ഗൾഫിലെ അപ്പൻ. ഇന്നലെ 18ആയി എന്ന് അപ്പം പോലും അറിഞ്ഞില്ല. പക്ഷെ വഴിയെ പോയ ചെറുക്കനെ അറിയാമായിരുന്നു ഇന്നലെ 18ആയി. അവൻ്റെ വീട്ടുകാർക്കും അറിയാം. 18 തികഞ്ഞത് കൊണ്ട് എല്ലാം ആയെന്ന് ഇതിനോട് ആരാ പറഞ്ഞു? 18 എന്ന ഒരു ദിവസം തികഞ്ഞത് കൊണ്ട് ഈ ബന്ധങ്ങളെല്ലാം നൂല് പോലെ പൊട്ടിച്ചുകൊണ്ട് പോകാമെന്ന് ഇതിൻ്റെ ചെവിയിൽ ആരാ മന്ത്രിച്ചേ? ഇരുട്ടിന് ആഴം കൂടുകയാ. ചിന്താമണ്ഡലത്തിൽ ഭയങ്കര ബോൾഡാ. പക്ഷേ ഇരുട്ടിന് ആഴം കൂടുമ്പോൾ നമ്മുടെ ദീപത്തിൻ്റെ പ്രകാശത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കണം. ഇരുട്ടിന് ആഴമാ പോയെന്ന് പറഞ്ഞ് നോക്കി നിൽക്കാൻ നമുക്ക് നേരമില്ല. നമ്മൾ വെളിച്ചത്തിൻ്റെ ശക്തി കൂട്ടും, ആരാധന ശക്തി കൂട്ടും, ആത്മാവിൻ്റെ ശക്തി കൂട്ടും, വചനപ്രഘോഷണത്തിൻ്റെ ശക്തി കൂട്ടോ, വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കുക, മുഴങ്കാലമേർന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ശക്തി കൂട്ടും. കരമുയർത്തി പ്രാർത്ഥിച്ച് ഇരുട്ടിന് ആഴമാ എല്ലാം അങ്ങനൊന്നും പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ ഒക്കത്തില്ല. നമ്മുടെ മുട്ടയിൽ നമ്മൾ ഈ ലോകത്തെ നേടുക. നമ്മളൊരു തലമുറയെ മുഴങ്കാലുമേർന്ന് പ്രാർത്ഥിച്ച് ചേർത്ത് പിടിക്കുക. അങ്ങനെ ആഗ്രഹിക്കുന്നവരൊക്കെ ദൈവസന്ധി പ്രാർത്ഥിച്ച് മുഴങ്കാലിൽ ഇരിക്കാവുന്നവർ ഒരു നിമിഷം ഇരുന്നാട്ട്, കുഞ്ഞുങ്ങളെങ്കിലൊക്കെ ഇരുന്നാട്ട്. പ്രായമുള്ളവരെല്ലാം അവിടെ നിന്നോ. പ്രായമുള്ളവരാരും ഇരിക്കരുത് ദയവായി. എന്നാൽ ചെറുപ്പക്കാരൊക്കെ നല്ല ആരോഗ്യമുള്ള കൊച്ചുങ്ങൾ ഇവിടെ ഉണ്ട്. മുട്ടയിന്നേ ഇരുകരങ്ങളും തമ്പുരാൻ്റെ സന്ധിയിലേക്കൊന്നും മലർത്തി പിടിച്ചേ. അമ്മമാരെവിടെ കസേരയിരുന്നോ? അമ്മമാരൊക്കെ കസേരയിരുന്നു. പ്രായമുള്ള അമ്മമാരെല്ലാം കസേര. ഇരുകരങ്ങൾ ദൈവസന്ധി മലർത്തി പിടിച്ചേ. കർത്താവേ, പുതുവർഷത്തിൽ അല്ല ഇപ്പം തന്നെ മുതൽ തന്നെ ഞാൻ ഇന്ന് വരെ പ്രാർത്ഥിക്കാത്ത പോലെ എനിക്ക് പ്രാർത്ഥിക്കണം. ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിക്കാത്ത പോലെ എനിക്ക് പ്രാർത്ഥിക്കണം. എനിക്ക് കുറേ നേരം എനിക്ക് കുറേ നേരം ബൈബിളിന്റെ മുമ്പിരിക്കണം. എടാ, എത്ര നേരമായടാ നീ ഈ ഫോണിൻ്റെ അകത്തിരിക്കുന്നത്? എഴുന്നേറ്റ് പോടാ, പോയി കിടക്കടാ എന്ന് നമ്മൾ വഴക്ക് പറയുന്ന കൊച്ച് നാം പറയാതെ തന്നെ ബൈബിൾ നിവർത്തി പിടിച്ച് മുട്ട നിന്ന് പ്രാർത്ഥിക്കുന്നതൊന്ന് കാണണം. അത് അവരിൽ തുടങ്ങണമെങ്കിൽ നമ്മളിൽ അത് കാണണം. ആറെപ്പോഴും മേളിൽ നിന്ന് താപ്പോട്ടെ ഒഴുകത്തുള്ളൂ, താഴെ നിന്ന് മേപ്പോട്ടല്ല. റേറാത്. ഭൂരിപക്ഷം ആളുകളും മേളിൽ നിന്ന് താപ്പോട്ടാ. അങ്ങനെയെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു, കൊച്ചെ പോയി കിടക്കടാ, കുറച്ചേരെങ്കിലും അതൊന്ന് മാറ്റി വെക്കടാ എന്ന് നമ്മൾ പറയുന്ന കുഞ്ഞ് നാം പറയാതെ പുസ്തകം തുറന്ന് വായിക്കുന്നത് കാണുന്നു. അവൻ്റെ കണ്ണിലൂടെ കണ്ണീരൊഴുകുന്ന കാണുന്നു. ആ കണ്ണീർ തുള്ളി വേദപുസ്തകത്തിൻ്റെ താളുകളിൽ വീഴുന്നത് കാണുന്നു. അത് കാണണമെങ്കിൽ നമ്മളിൽ അത് ആരംഭിക്കണം, എന്നിൽ ആരംഭിക്കണം. എന്നാലേ എൻ്റെ സഭയിൽ ആരംഭിക്കത്തുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, എളിയവൻ അതിനെ ആഗ്രഹിക്കുന്നു, പലപ്പോഴും കഴിയുന്നില്ല. എങ്കിലും നല്ല ആഗ്രഹത്തെ മാനിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്കതിന് കഴിയണം. അതിരില്ലാതൊന്ന് പ്രാർത്ഥിക്കാൻ, അതിരില്ലാതെ പ്രാർത്ഥിക്കാൻ, അതിരില്ലാതെ സ്തുതിക്കാൻ, രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേക്കാൻ.
ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയാരുളും വൻകീരിയിൽ ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകീരിയിൽ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയേ എൻ സഹായം വാനം ഭൂമി അഖിലം വാഴും യഹോവയേ ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകീരിയിൽ ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകീരിയിൽ ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല യഹോവയൻ പാലകൻ താൻ ഇല്ലെനിക്കു ഖേദമൊട്ടും യഹോവയൻ പാലകൻ താൻ ഇല്ലെനിക്കു ഖേദമൊട്ടും ശത്രുഭയം നീക്കിയെന്നെ മാത്ര തോറും കാത്തിടുന്നു ശത്രുഭയം നീക്കിയെന്നെ മാത്ര തോറും കാത്തിടുന്നു നീതിൻ പാതകളിൽ നിത്യവും നടത്തിയിടുന്നു നീതിയിൽ പാതകളിൽ നിത്യവും നടത്തിയിടുന്നു ശുഭയും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകീരിയിൽ ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ തുണയരുളും വൻകീരിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവിന്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങൾ നടക്കട്ടെ. കർത്താവേ, ഞങ്ങൾ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് പാപങ്ങളെ വഹിച്ചുകൊണ്ട് സൗഖ്യം വന്നിരിക്കുന്നുള്ള വചനം യേശു കർത്താവിന്റെ നാമത്തിൽ ഈ ജനത്തെ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സുഖപ്പെടട്ടെ. അവർ സമീപിച്ചു തോന്നി തങ്ങളുടെ കഷ്ടതയെ വിളിച്ചു വചനം അയച്ച് വിടിവിക്കുന്നുള്ള വചനത്തെ പറഞ്ഞ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. കഴുകന്മാരെ പോലെ ചിറകടിച്ചു ക്ഷീണിച്ചു പോകാൻ ഓടും, തളർന്നു പോകാൻ നടക്കും. യേശുവിൻ നാമത്തിൽ ഒരു ശരീരത്തിന് പുതുക്കം, ഒരു ആരോഗ്യം യേശുവിൻ നാമത്തിൽ ഈ ജനത്തിന് മേൽ പകരപ്പെടട്ടെ. കർത്താവേ, എനിക്ക് പ്രാർത്ഥിക്കണം, അതിന് കഴിയുന്നില്ല, എനിക്ക് ആഗ്രഹമുണ്ട്, ഒക്കുന്നില്ല. ആ ബന്ധനം യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. അധികമായി പ്രാർത്ഥിക്കാനുള്ള ഒരു ആത്മീയ അഭിഷേകത്തെ, പ്രാർത്ഥനയുടെ അഭിഷേകത്തെ, ഒരു വചനത്തിന്റെ അഭിഷേകത്തെ ഈ ജനത്തിന് മേൽ ഏത്തമേ, എളിയവരുടെ മേൽ, കർത്തദാസന്മാരുടെ മേൽ യേശുവിൻ നാമത്തിൽ അയക്കപ്പെടട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചിലരെങ്കിലും പലരെങ്കിലോ മൊബൈൽ അഡിക്റ്റാണ്, അതിൽ ദുഃഖിതരാണ്. എന്നാൽ അവരുടെ ഇരുട്ടിൽ അവരെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവിക അഭിഷേകം ഞങ്ങൾ
സ്ഥലങ്ങളിൽ വർദ്ധിക്കട്ടെ. ഇത് അധികാരത്തിന്റെ രാത്രിയായി മാറട്ടെ. ഇത് അത്ഭുതത്തിന്റെ രാത്രിയായി മാറട്ടെ. പ്രകനം ശകനം ഇത് രാത്രിയായി മാറട്ടെ. കൊച്ചിയിലുള്ള ദൈവം ഒരുമിച്ച് കുറച്ചുപേർ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ അകത്ത് മാത്രമല്ല, മുഴുവൻ സഭകളിലേക്ക്, മുഴുവൻ കുടുംബങ്ങളിലേക്ക്, ദേശത്തിലേക്ക് ഒരു ദൈവ കൃപയുടെ അഭിഷേകം ഒരു നദി പോലെ ഒഴുകട്ടെ, ഒരു നദി പോലെ ഒഴുകട്ടെ. എന്നിൽ വിശ്വസിക്കുന്നതിന് ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദി ഒഴുകും ഒഴുകും ഒഴുകും. ആ നദി ഒഴുകി ചെല്ലുന്നിടത്ത് ചലിക്കുന്ന പ്രാണികൾ ജീവിക്കുമെങ്കിൽ ഇവിടെ ഒഴുകുന്ന നദി ചലുകി ചെല്ലുന്ന സഭകൾ ജീവിക്കപ്പെടട്ടെ. ഒരു തലമുറ ജീവിക്കപ്പെടട്ടെ. ദേശത്തൊരു വലിയ അതിന്റെ ഇരു കരയിൽ നിന്നുകൊണ്ട് മീൻ പിടിക്കുന്ന പോലെ 2022 ആത്മാക്കളെ നേടുന്ന വർഷമായി മാറട്ടെ. അതിന്റെ ഇരു കരകളിൽ നിന്നുകൊണ്ട് മീൻപിടുത്തക്കാർ മീൻ പിടിക്കുന്ന പോലെ ഇവിടെ കർത്തദാസന്മാരുടെ ഒരു വലിയ കൊയ്ത്തിന് വേണ്ട അഭിഷേകത്തെ കർത്താവേ, പുതുക്കത്തിന്റെ ഒരു അഭിഷേകത്തെ ഇപ്പോൾ പകരപ്പെടട്ടെ. വചന സന്ദേശങ്ങളുടെ മൂർച്ച കൂടട്ടെ. വചന സന്ദേശങ്ങളുടെ ആഴങ്ങൾ വർദ്ധിക്കട്ടെ. ദൂതുവാഹികളായി എളിയവരെ മാറ്റണേ. ദൂതുവാഹികളായി എളിയവരെ മാറ്റണേ. ഒരു കണ്ണ് കാണാത്ത, ഒരു കാത് കേൾക്കാത്ത, ആടെ ഹൃദയത്തിൽ തോന്നാത്ത വചനത്തിന്റെ ഒരു കണ്ണ് കാണാത്ത, ഒരു കാത് കേൾക്കാത്ത, അവരുടെ ഹൃദയത്തിൽ തോന്നാത്ത പ്രാർത്ഥിച്ചോ. ദൈവം എനിക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒരു കണ്ണ് കാണാത്ത, ഒരു കാത് കേൾക്കാത്ത, ആടെ ഹൃദയത്തിൽ തോന്നാത്ത വചന വെളിപ്പാടുകൾ ഇന്ന് രാത്രി ദൈവാത്മാവ് പകരുകയാണ്. ഒരു കണ്ണ് കാണാത്ത, ഒരു കാത് കേൾക്കാത്ത, ആടെ ഹൃദയത്തിൽ ഇതുവരെ തോന്നാത്ത മറഞ്ഞിരിക്കുന്ന മുത്തുമണികൾ പോലെ വചനത്തിന്റെ ഒരു അഭിഷേകം ദൈവദാസന്മാരുടെ മേൽ, ദൈവസഭകളുടെ മേൽ, ഹല്ലേലൂയ, യുവജന പ്രവർത്തകരുടെ മേൽ, സൺഡേ സ്കൂൾ അധ്യാപകരുടെ മേൽ, കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയത്തക്ക നിലവാരത്തിൽ മാതാപിതാക്കളുടെ മേൽ യേശുവിൻ നാമത്തിൽ വചനത്തിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ.